ലാത്വിയ ഒരു ഓപ്ഷനാണ്, ലിത്വേനിയ ഒരു ഓപ്ഷനാണ്, പോളണ്ട് ഒരു ഓപ്ഷനാണ്, സ്ലൊവേനിയ ഒരു ഓപ്ഷനാണ്, സ്ലൊവാക്യ ഒരു ഓപ്ഷനാണ്, പിന്നെ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്. €1000 പെർ സെമിസ്റ്റർ. അപ്പം വെച്ചിറങ്ങുമ്പോൾ എല്ലാം കൂടി ഔട്ട്ഡേറ്റഡ് ആവുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ഫോളോ മീ ഓൺ ഇൻസ്റ്റ ആസ് വെൽ ആസ് യു ക്യാൻ ടെക്സ്റ്റ് മീ ഓൺ ഇൻസ്റ്റ. പിന്നെ ഷെങ്കൻ ആയതുകൊണ്ടിട്ട് ഇവിടെയോ ഫ്രാൻസിലോ ജർമ്മനിയിലോ നെതർലാൻഡ്സിലോ ഫിൻലൻഡിലോ നോർവേയിലോ സ്വീഡനിലോ എവിടെ വേണോ നിങ്ങൾക്ക് പോയി ജോബ് ചെയ്യാം. സോ അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾക്ക് ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിൽ എങ്ങനെയാണ് വന്നത്, എന്തിനാണ് വന്നത്, ആൻഡ് വിച്ച് കൈൻഡ് ഓഫ് കോഴ്സ് ഐ എം ഡൂയിങ് ഹിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ കുറേ പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ. സോ ലെറ്റ്സ് ബിഗിൻ ഫ്രം ദ വെരി ബിഗിനിങ്. സോ എൻ്റെ പേര് അനാമിക ജീവാണ്. ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽസൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. സോ കറൻ്റ്ലി ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലെ ഓസ്ട്രാവയിലാണ്. ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഷെങ്കനിലെ ഒരു കൺട്രിയാണ്. ഷെങ്കനിൽ 27 കൺട്രീസ് ഉണ്ട്. ഇനിയും കൺട്രീസ് ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വൺ സിംഗിൾ വിസ ഫോർ ഈച്ച് കൺട്രീസ്. ലൈക്ക് നമ്മൾ എവിടെയെങ്കിലും എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ഐ എം ഹിയർ ഐ ക്യാൻ മൂവ് ടു ജർമ്മനി ഓർ എനിവെയർ ഐ വോണ്ട്. പക്ഷേ എൻ്റെത് ഒരു ചെക്ക് വിസ ആയിരിക്കും എന്നേ ഉള്ളൂ. ലൈക്ക് ഐ എം എലിജിബിൾ ടു ട്രാവൽ ടു എവറി 27 കൺട്രീസ്. അതാണ് ഷെങ്കൻ വിസയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. ചെക്ക് റിപ്പബ്ലിക് ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു? വൈ ഡിഡ് ഐ ചൂസ് ചെക്ക് റിപ്പബ്ലിക്? ഇതിൻ്റെ മെയിൻ ആൻസർ എന്ന് പറയുന്നത് ഞാൻ സ്പെസിഫിക്കലി കോഴ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണ്. അപ്പം ഞാൻ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഞാൻ പാസ് ഔട്ട് ആയത് 2022 അപ്പോൾ ഞാൻ ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. ലൈക്ക് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ അങ്ങനെ വലിയ ജോബ്സ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. ഐ മീൻ ഉണ്ട്, പക്ഷേ ഒരു ഐഡിയ ഇല്ലാണ്ട് നമുക്ക് ഒന്നിലോട്ടും ചാടാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ഐ വാണ്ടഡ് ടു ഡു മൈ മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ബാക്ക് ദെൻ. പക്ഷേ ചില കാരണം എനിക്ക് ചെക്ക് റിപ്പബ്ലിക്കിൽ വരേണ്ടി വന്നു. ഒരു റീസൺ എന്ന് പറയുന്നത് ഐ വാണ്ടഡ് ടു എസ്കേപ്പ് ദ കൺട്രി, പ്ലസ് എനിക്കൊരു പേഴ്സണൽ റീസണും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് വന്നത്. സോ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് VSP ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവ. ഈ യൂണിവേഴ്സിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. ഇതൊരു റിസർച്ച് യൂണിവേഴ്സിറ്റി ആണെന്ന് പറയാം. ഇവിടെ PhD ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, ബാച്ചിലേഴ്സ് ഉണ്ട്, അങ്ങനെ പല കോഴ്സസും ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ആണ്, 2 years ഉണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ ഇവിടെ എന്താ 1 year കോഴ്സ് ഇല്ലയോ? ആക്ച്വലി ഇതെന്ന് പറയുന്നത് ചിലവ് ചുരുങ്ങിയൊരു കൺട്രിയാണ്. നിങ്ങൾക്കറിയാം ഇവിടെ യൂറോ കറൻസി അക്സെപ്റ്റഡ് അല്ല. പക്ഷേ ഇവിടെ അതിൻ്റേതായിട്ടുള്ള കറൻസീസ് ഉണ്ട്. ചെക്ക് ക്രൗൺസ്, എനിക്ക് തോന്നുന്നു ഇവരൊരു യൂണിയൻ ആയപ്പോൾ ഇവരും എനിക്കൊന്ന് പോളണ്ടും അങ്ങനെ വേറൊരു കൺട്രിയും കൂടിയാണെന്ന് തോന്നുന്നു യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നത്. ഇവിടുത്തെ കറൻസിന് ചെക്ക് ക്രൗൺസ് ആണ് പറയുന്നത്. ഇന്ത്യയിലെ ഒരു അപ്രോക്സിമേറ്റ്ലി 4, ലൈക്ക് ഇവിടുത്തെ ₹1 അവിടുത്തെ 4 ആണെന്ന് തോന്നുന്നു. ജോബ് മാർക്കറ്റിൽ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് സാലറി പാക്കേജസൊക്കെ യൂറോ കറൻസിയുടെ ബേസിസിലാണ് നമുക്ക് കിട്ടുന്നത്. സോ അതൊരു കാര്യമാണ്. വൈ ഡിഡ് ഐ ചൂസ് ദിസ് കൺട്രി അഗൈൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്പെസിഫിക്കലി ഒരു കോഴ്സ് നോക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഇസ് കോൾഡ് BIM. ഞാൻ നാട്ടിലും അതിൻ്റെ 6 months ഒരു കോഴ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ എനിക്ക് വരുന്ന അതേ ഫീ ആണ് എനിക്ക് ഇവിടെയും വരുന്നത്. ഇവിടെ എൻ്റെ ഫീ എന്ന് പറയുന്നത് €2000 ആണ് പെർ സെമിസ്റ്റർ. അപ്പോൾ 1 year €4000 ആണ് എനിക്ക് ടോട്ടൽ ഫീ വരുന്നത്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് കിട്ടും. ഇപ്പം ഒരു സെമസ്റ്ററിൽ 86 above ആണെങ്കിൽ നമുക്കൊരു 17% സ്കോളർഷിപ്പ് ഫീയിൽ റിഡക്ഷൻ വരും. 95 above ആണെങ്കിൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു 50 to 80% സ്കോളർഷിപ്പ് എന്തായാലും കിട്ടും. സോ മാക്സിമം എത്ര നമ്മൾ നല്ലപോലെ പഠിക്കുന്നോ അതുപോലെയുള്ള നമുക്ക് സ്കോളർഷിപ്സ് കിട്ടും. സ്കോളർഷിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീ അടയ്ക്കണം. പക്ഷെ ഇവിടെ വന്നിട്ടായിരിക്കും നമ്മൾ ആ ഫീ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് തിരിച്ച് എടുക്കാം. അപ്പം അങ്ങനെയുള്ള സ്കീമാണ് ഈ യൂണിവേഴ്സിറ്റി. ഇത് ഞാൻ പിന്നെയും പറയുകയാണ്, VSP ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവ. ഓസ്ട്രാവ എന്ന് പറഞ്ഞാൽ 3rd largest സിറ്റിയാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ. ഫസ്റ്റ് പ്രാഗാണ്. പ്രാഗ് കേൾക്കാത്തവരായിട്ട് ആരുമില്ലതാണ് തോന്നുന്നത്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ട്രെൻഡിങ് സിറ്റി റൈറ്റ് നൗ. പിന്നെ വരുന്നത് ബെർണോ ആണ് 2nd largest സിറ്റി. പിന്നെ വരുന്നത് ഓസ്ട്രാവ. സോ ഓസ്ട്രാവയിൽ പാർട്ട് ടൈം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് എല്ലാവരും, ഇവിടുത്തെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണെന്ന്. പ്രാഗിൽ പോവുകയാണെങ്കിൽ
നമുക്ക് പാർട്ട് ടൈം ജോബ്സിന് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബേർണോലും സെയിം കണ്ടീഷനാണ്. ഓസ്ട്രേലിയയിലെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ജോബ്സ് കിട്ടാൻ അത്ര ഈസിയൊന്നുമല്ല. പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവാണ്. പ്രാഗിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഓസ്ട്രേലിയയിൽ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. എല്ലാവരും പാർട്ട് ടൈമിൻ്റെ കാര്യം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നതുകൊണ്ടിട്ട് പറയാണ്, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അബ്രോഡിൽ പഠിക്കാൻ വരാം. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ആവശ്യമോ ലൈക്ക് ലെറ്റ്സ് സേ പാർട്ട് ടൈം നിങ്ങൾക്ക് കിട്ടാണ്ട് വരുന്ന സിറ്റുവേഷനൊക്കെ വരാണെങ്കിൽ, ഐ ഹോപ്പ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുതെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എപ്പോഴും ക്യാഷ് മീൻസ് വീട്ടിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. പാർട്ട് ടൈം ചെയ്തിട്ട് ഫീ അടയ്ക്കാമെന്ന് വിചാരിച്ച് വരാണെങ്കിൽ കേസസ് ഉണ്ട്, ചിലർക്ക് പറ്റാറുണ്ട്. ബട്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ചെക്ക് റിപ്പബ്ലിക്, ഓസ്ട്രേലിയയുടെ കാര്യം മാത്രമല്ല, ഞാൻ മറ്റുള്ള കൺട്രീസിൻ്റെ കാര്യം കൂടി പറയണം. റിയാലിറ്റി നിങ്ങളും കൂടി അറിയണം. പലരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് ഞാനത് എടുത്തെടുത്ത് പറയുന്നത്. സോ പാർട്ട് ടൈം ചെയ്ത് ഫീ അടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് വരുന്നവരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ അങ്ങനത്തെ ഒരു ചിന്തയിൽ വരരുത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോഴും ഒരു ബാക്കപ്പ് സപ്പോർട്ട് ഉണ്ടാവണം. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രമേ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ഒരു ഡിസിഷൻ എടുത്ത് വരേണ്ടിയുള്ളൂ. സോ ഞാൻ ഇവിടുത്തെ കേസ് മാത്രമല്ല പറയുന്നത്, പലരും ചെക്ക് റിപ്പബ്ലിക്, ലാത്വിയ, ലിത്വേനിയ, സ്ലോവേനിയ, സ്ലോവാക്യ, പോലൻഡ് ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ ചിലവ് ചുരുങ്ങിയ കൺട്രീസ് അല്ലേ, നമുക്ക് ചിലപ്പോൾ ജോബ് ചെയ്തിട്ട് ഫീ ഒക്കെ അടയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും വരുന്നത്. ഗൈസ്, ദാറ്റ്സ് നോട്ട് ദ കണ്ടീഷൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്കെന്നല്ല, ഞാനറിയുന്ന മിക്കുള്ളവരും നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഫീ അടയ്ക്കാനും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് എപ്പോഴും വീട്ടിൽ നിന്ന് ബാക്ക് ആൻഡ് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം. സോ അത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രോസസ്സ് എവിടെ നിന്നാണ് ചെയ്തത്, എത്ര ടൈമാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഞാൻ പ്രോസസ്സ് ചെയ്തത് EAC ത്രൂ ആണ്. സോ നിങ്ങൾക്ക് പ്രോസസ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ ഇൻസ്റ്റാ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ കോൺടാക്ട് മീ ഓൺ മൈ മെയിൽ. അപ്പോൾ മെയിൽ ID ഞാൻ തരാം. എനിക്കൊന്ന് കുറച്ചും കൂടി കൺവീനിയൻറ്റ് ഇൻസ്റ്റ ആണെന്ന് തോന്നുന്നു. ഞാനത് എപ്പോഴും ഓപ്പൺ ചെയ്യുന്നതാണ്. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഞാൻ EAC ത്രൂ ആണ് ചെയ്തത്, യൂറോപ്പ് സ്റ്റഡി സെൻറ്റർ. പിന്നെ പ്രോസസ്സിങ് ടൈം ഗൈസ്, നിങ്ങൾ പുറത്ത് പോകാൻ നോക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾ ലൈക്ക് നമുക്കിത് പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ വെക്കരുത്. എന്ത് ചെയ്താലും നിങ്ങൾ റിസ്ക് എടുക്കാനുള്ള ഫാക്ടറിലായിരിക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, എനിക്ക് റിജക്ഷൻ വരുന്നു ഒന്നുമല്ല. എൻ്റെ കാര്യത്തിൽ എല്ലാം ക്ലിയർ ആയിരുന്നു, എല്ലാം പക്കയായിരുന്നു, സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈവൻ ദോ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ പോലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു റിജക്ഷൻ വരുമെന്ന്. പ്രോസസ്സിങ് കുറച്ച് എടുക്കും, ചെക്കിൻ്റെ സ്ലോട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സ്ലോട്ട് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് എംബസിയിൽ പോകാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് VFSൽ പോകാനായിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ആ സ്ലോട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ പല കൺട്രീസും ഫേസ് ചെയ്ത് വരുന്നൊരു സിറ്റുവേഷനാണ്. സ്ലോട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ഡിലേ വരുമ്പോൾ നിങ്ങൾ ഹോപ്പൊന്നും വിടരുത്, നിങ്ങൾക്ക് എപ്പോഴായാലും ഒരു സ്ലോട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ എന്തുകൊണ്ടായാലും നിങ്ങൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡും കൂടി ഓർത്തിട്ട് വേണം ഓരോരോ പ്രോസസ്സ് ചെയ്യാനായിട്ട്. എന്നും പറഞ്ഞ് നെഗറ്റീവ് മാത്രം ചെയ്യാനല്ല, പോസിറ്റീവ് ഉണ്ടാവണം. എന്നാൽ കൂടി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളൊരു ചാൻസസിലൂടെ വേണം പോകാനായിട്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. സോ ഇതായിരുന്നു ചോദ്യം. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ, ബഡ്ജറ്റ് കുറഞ്ഞ വേറെ ഏത് കൺട്രീസ് നമുക്ക് നോക്കാൻ പറ്റുമെന്ന്. സോ ലാത്വിയ ഒരു ഓപ്ഷനാണ്, ലിത്വേനിയ ഒരു ഓപ്ഷനാണ്, പോലൻഡ് ഒരു ഓപ്ഷനാണ്, സ്ലോവേനിയ ഒരു ഓപ്ഷനാണ്, സ്ലോവാക്യ ഒരു ഓപ്ഷനാണ്, പിന്നെ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്. സോ ചെക്ക് റിപ്പബ്ലിക്കിൽ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ മോസ്റ്റ്ലി ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് ഐ മീൻ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും ഇവിടെ ഉണ്ട്. ലൈക്ക് സിവിലിലെ കുറേ കോഴ്സസ് ഉണ്ട്, നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. മെക്കാനിക്കൽ നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ കോഴ്സസ് ഉണ്ട്. മാനേജ്മെൻറ്റ് ലെവലിലും മാർക്കറ്റിംഗ് ലെവലിലും കോഴ്സസ് ഇവിടെ ഉണ്ട്. ആൻഡ് മുന്നേ എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിന് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല ബാച്ചിലേഴ്സിൻ്റെ പ്രോസസ്സ്. പക്ഷേ ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ബാച്ചിലേഴ്സ് അഡ്മിഷൻസ് ആയിട്ടും വന്നേക്കാണ്. സോ യു ക്യാൻ ഓൾസോ ട്രൈ ഫോർ ബാച്ചിലേഴ്സ്. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിലേഷ്യൻ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഇതിനേക്കാളും ഫീ കുറവാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു 2000 euros മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഐ മീൻ അപ്രോക്സിമേറ്റ് ഫിഗർ എനിക്കറിയില്ല, പക്ഷേ കുറവാണ്. ഇവിടത്തേനേക്കാളും എന്തുകൊണ്ടും അവിടെ കുറവാണ്. അവിടെ ആകെ ഒരു കോഴ്സേ ഉള്ളൂ, മാസ്റ്റേഴ്സിൻ്റെ എക്കണോമിക്സ് ഫാക്കൽറ്റിയിൽ വരുന്നൊരു കോഴ്സാണ്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ് സംതിങ് അങ്ങനത്തെ എന്തോ ഒരു കോഴ്സാണ്. ആൻഡ് ഫീ കുറവാണ്.
പിന്നെ അവിടെ പാർട്ട് ടൈം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇതും അത്രയും എക്സ്പോഷറിലുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോലും ഒരുവിധം നമുക്ക് പാർട്ട് ടൈമൊക്കെ ഒപ്പിച്ച് പോകാം. പക്ഷേ ഇവിടെയുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോഴ്സ് അടിപൊളിയാണ്. ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ ജോലി നമ്മൾ തപ്പിയെടുക്കണം. പക്ഷേ കുറേ കുട്ടികളുണ്ട്, കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. കിട്ടാത്തവർ തപ്പിക്കൊണ്ടിരിക്കണേണ്. പക്ഷേ ഹോപ്പുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കാര്യം മാത്രമല്ല പറയുന്നത്, പലയിടത്തും ഉള്ള സിറ്റുവേഷനാണ്. അബ്രോഡിൽ വന്നാൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ വി ഹാവ് ടു ഗിവ് അവർ 100%. 100% കൊടുത്താലും നമുക്ക് എന്തായാലും കിട്ടും. പഠിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ചെക്കിൽ അഡ്മിഷൻ എടുത്ത് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ പ്രാഗിലുള്ള ടിക്കറ്റ് റേറ്റ്സ് കൂടുതലാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. വിയന്നയിൽ ഉള്ള ടിക്കറ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എനിക്ക് തോന്നുന്നു വിയന്നയിൽ കുറച്ചും കൂടി റേറ്റ് കുറവായിട്ടുള്ള ടിക്കറ്റ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ വന്നത് വിയന്നയിൽ ഓസ്ട്രിയയിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ നേരെ ഓസ്ട്രിയയിലേക്ക് വന്നത്. പ്രാഗിൽ നിന്ന് എനിക്ക് ഇന്നൊരു 3.5 hours ഡിസ്റ്റൻസ് ഉണ്ട്. വിയന്നയിൽ നിന്നും 3.5 hours ഡിസ്റ്റൻസ് ഉണ്ട്. സോ സിലേഷ്യനിലോ അല്ലെങ്കിൽ VSBയിലോ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് ഞാൻ പറയുന്നത്. ബിക്കോസ് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വന്നിറങ്ങിയത് ഓസ്ട്രിയ ആണല്ലോ, അപ്പം എല്ലാവരും വിചാരിച്ചത് ഞാൻ ഓസ്ട്രിയയ്ക്ക് പഠിക്കാൻ വന്നതാണെന്ന്. പക്ഷേ അല്ല, ഞാൻ പഠിക്കാൻ വന്നത് ചെക്ക് റിപ്പബ്ലിക്കിലാണ്. ആൻഡ് പറഞ്ഞ പോലെ ഞാൻ ചെക്ക് റിപ്പബ്ലിക് എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ കോഴ്സ് ഈ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ ചോസ് VSB. എനിക്ക് BIM എഞ്ചിനീയറിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ മൈ കോഴ്സ് ഇസ് BIM എഞ്ചിനീയറിംഗ്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എഞ്ചിനീയറിംഗ്. 2 yearsൻ്റെ കോഴ്സാണ്, മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ഫീ മെൻഷൻ ചെയ്തു, €2,000 per സെമിസ്റ്റർ. അപ്പം 1 year നമുക്ക് €4,000 ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 3 lakh സംതിങ്, 3,84,000 സംതിങ് ആണ് ഒരു ഇയറിലെ ട്യൂഷൻ ഫീ വരുന്നത്. സ്റ്റേ ബാക്ക് പീരീഡ് അപ്രോക്സിമേറ്റ്ലി 1 year ആണ്. നമുക്ക് എവിടെ പോയാണെങ്കിലും നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്യാം, സെർച്ച് ചെയ്യാം. പിന്നെ എൻ്റെ കോഴ്സിന് കുറച്ചും കൂടി എക്സ്പോഷർ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം BIM എന്ന് പറയുന്നത് ന്യൂലി ആയിട്ട് വന്ന ഒരു ഫീൽഡാണ്. സോ ഗ്രോയിങ് ഫീൽഡാണ് സിവിലത് കമ്പാരിറ്റീവ്ലി. സോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നിലവിലുണ്ട്. ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ ഉള്ള കേസ് എനിക്കറിയില്ല. പക്ഷേ ആസ് ഓഫ് നൗ നമുക്ക് ചെക്ക് റിപ്പബ്ലിക്കിൽ വിമന്, ചെക്ക് റിപ്പബ്ലിക് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും സ്കോപ്പുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ എല്ലാം കൂടി ഔട്ട്ഡേറ്റഡ് ആവുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ പഠിക്കാൻ വരാണെങ്കിൽ ഓൺ റിസ്കിൽ വരണം. സോ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കറൻ്റ്ലി ചെക്ക് റിപ്പബ്ലിക്കിൽ. സോ ഇഫ് യു വാണ്ട് ജോയിൻ ഹിയർ, അല്ലെങ്കിൽ കോഴ്സസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവ് ചുരുങ്ങാൻ കൺട്രീസിലേക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. പിന്നെ ഞാൻ ഇൻസ്റ്റ ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ യു ക്യാൻ ഫോളോ മീ ഓൺ ഇൻസ്റ്റ ആസ് വെൽ ആസ് യു ക്യാൻ text me on Insta, since I am getting a lots of inquiries through my Instagram. So അതുകൊണ്ടിട്ടാണ് ഞാൻ റീൽസ് ചെയ്ത്, I mean not reels, videos, I mean video. So yeah, that's all. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് എനിക്ക് ഓഫായിരുന്നു. സോ അതുകൊണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ആൻഡ് ഐ ഹോപ്പ് ഐ ക്ലിയർഡ് മോസ്റ്റ് ഓഫ് ദ ഡൗട്ട്സ് ഹിയർ. പ്രോസസ്സിങ് ടൈം ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏർലി പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ചെക്ക് റിപ്പബ്ലിക്കിൽ 3 slots ഉണ്ടാവും. സോ നമുക്ക് എത്ര പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് സ്ലോട്ട്സ് കിട്ടുക. സോ സ്ലോട്ട് കിട്ടാനായിട്ട് ഞാൻ 2023 സെപ്റ്റംബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പ്രോസസ്സ്. സോ എനിക്ക് സ്ലോട്ട് ഫസ്റ്റ് എനിക്കൊന്ന് ജാനുവരി സംതിങ് ആയപ്പോൾ തന്നെ, ജാനുവരി സംതിങ് ആയപ്പോൾ തന്നെ എനിക്ക് സ്ലോട്ടും കിട്ടി. സോ ദ ഏർലി യു അപ്ലൈ ദ ഏർലിയർ യുൽ ഗെറ്റ് ദ സ്ലോട്ട്സ്. സോ അതുപോലെ നിങ്ങൾ പ്രോസസ്സ് എല്ലാം ചെയ്ത് എല്ലാം ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ആവാൻ. പിന്നെ കോഴ്സ് പഠിക്കാൻ എളുപ്പമുണ്ടെന്ന് വെച്ചാൽ പഠിക്കണം, അത്രയേ ഉള്ളൂ. പഠിക്കാനാണ് വന്നതെങ്കിൽ പാർട്ട് ടൈം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്ട് കുറച്ചും കൂടി പഠിക്കാൻ നോക്കുക. ഇവിടെ സ്കോളർഷിപ്സ് ഒക്കെ കിട്ടും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഷെങ്കൻ ആയതുകൊണ്ടിട്ട് ഇവിടെയോ ഫ്രാൻസിലോ ജർമ്മനിയിലോ നെതർലാൻഡ്സിലോ ഫിൻലൻഡിലോ നോർവേയിലോ സ്വീഡനിലോ എവിടെ വേണോ നിങ്ങൾക്ക് പോയി ജോബ് ചെയ്യാം. സോ അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് ഇറ്റ്സ് യൂസ്ഫുൾ. ബൈ.